NS ഹാൾ ടിക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഹാൾ ടിക്കറ്റ്. ഇവിടെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അതിൻ്റെ താഴത്ത് ഹാൾ ടിക്കറ്റ്, പ്രാക്ടിക്കൽ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റോൾ നമ്പർ, നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, 10th പാസിംഗ് മന്ത്, ഇയർ കാണാം. ഈ ഒരു നമ്പർ ഇവിടെ കാണുന്ന ഈ ഒരു റോൾ നമ്പറിൽ M0900121390 ഇതാണ് റോൾ നമ്പർ. ഈ റോൾ നമ്പറാണ് NS ഡോട്ട് എന്ന് പറഞ്ഞുള്ള ഒരു സൈറ്റ് കയറി കഴിഞ്ഞാൽ ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ്, എക്സാമിൻ്റെ റിസൾട്ട്, മാർക്ക് ലിസ്റ്റ്, അതുപോലെ എല്ലാ സാധനങ്ങളും ഈ ഒരു റോൾ നമ്പർ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ഹാൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്തത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത ഡേറ്റ്, ടൈം. ഇത് ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോട്ടോയും കാണാൻ പറ്റും. പിന്നെ എക്സാം സെൻറ്റർ വന്നിട്ട് JDT ഇസ്ലാം കോഴിക്കോടാണ്. താഴത്ത് നോക്കിയാൽ സബ്ജക്റ്റ് കോഡ് 314, 312, 313, 612. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോഡ് ഇതാണ്. NS ബുക്ക് എന്ന് വെച്ചാൽ NS ബുക്കിന് കോഡുകളുണ്ട്. ഈ 314, 312 പറഞ്ഞിട്ട് ഈ ഒരു ബുക്കത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവർ ചോദിക്കുള്ളൂ. അതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഇത് കുറച്ചുകൂടി പഠിക്കാൻ കുറച്ച് ഈസി ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് NS ടഫാണോ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ലേ, പാസ്സാകാൻ പറ്റുമോ എന്ന്. ഷുവറായിട്ടും പാസ്സാകാൻ പറ്റും. കാരണം കുറച്ചൊന്നും പഠിച്ചാൽ തന്നെ കുറച്ച് നോളജും കാര്യങ്ങളും എല്ലാം വെച്ച് പഠിച്ച് പാസ്സാവാൻ നല്ല ഈസിയാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ 16-ാം തീയതി എക്സാം ഉണ്ട്, 20-ാം തീയതി 2 എക്സാം, പിന്നെ 28-ാം തീയതിയാണ്. സോ പഠിക്കാനുള്ളൊരു ചെറിയൊരു ഗ്യാപ്പ്, 2-1 ദിവസത്തെ ഗ്യാപ്പ് ഇവർ തരുന്നുണ്ട്. അപ്പം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും കുറച്ച് എളുപ്പമാണ് പഠിച്ച് പാസ്സാകാൻ വേണ്ടിയിട്ട്. പിന്നെ താഴത്ത് നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഇത് വന്നിട്ട് NS ഹാൾ ടിക്കറ്റ് പ്രാക്ടിക്കലാണ്. പിന്നെ വന്നാൽ തിയറീൻ്റെ ഹാൾ ടിക്കറ്റ് ഉണ്ട്. തിയറീൻ്റെ NS ഹാൾ ടിക്കറ്റ് വന്നിട്ട് വേറെയാണ്. അതിൽ എക്സാം സെൻറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു സൈന് കാര്യങ്ങളെല്ലാം തിയറിക്ക് ഇട്ട് തരുന്നുണ്ട്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഹാൾ ടിക്കറ്റ് കൊണ്ട് ചെന്ന് മാത്രം മതി. ഇതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കലിൻ്റെ റെക്കോർഡ് കൊണ്ടുപോകണം. കാരണം റെക്കോർഡിനകത്ത് ഇവർ സൈനും അതുപോലെ തന്നെ കോളേജിൻ്റെ സീലും വെച്ച് തരും. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ സെപ്റ്റംബർ, ഒക്ടോബർ 2022 എക്സാമിനേഷൻ ഇവിടെ കാണാൻ പറ്റും. സീനിയർ സെക്കൻഡറി. സോ NS ഹാൾ ടിക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് NS പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെയൊക്കെ. അപ്പം പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ ഇരുന്ന വീഡിയോയിൽ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും. ബുക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എങ്ങനെയാണ് പിന്നീട് നഴ്സിങ്ങിന് അഡ്മിഷൻ എടുത്തതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ NS അഡ്മിഷൻ എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കാം. 314, 312 ഈ ഒരു കോഡ് വരുന്ന ടെക്സ്റ്റ്. കാരണം ഞാൻ അഡ്മിഷൻ എടുത്ത സമയത്ത് എനിക്ക് ആ ഒരു കോളേജിൽ നിന്ന് തന്നെ ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പോസ്റ്റ് വഴിയാണ് വരിക. ഇപ്പം പഠിക്കുന്ന കുട്ടിക്ക് ഹാൾ ടിക്കറ്റ് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ തിയറീൻ്റെ ഹാൾ ടിക്കറ്റ് മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കാം.